നമ്മൾ ഇന്ന് കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സോ ബേസ്ഡ് ഓൺ കെമിക്കൽ നാച്ചറിനെ ബേസ് ചെയ്തിട്ട് ഇവരെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓർഗനോ ക്ലോറൈഡ്സ്, ഓർഗനോ ഫോസ്ഫീഡ്സ്, കാർബമീഡ്സ്, പൈറത്രോയിഡ്സ്, ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആൻഡ് പ്ലാന്റ് ഡെറിവേറ്റീവ് ഓയിൽസ്. ഇത്രയാണ് മേജർ കാറ്റഗറീസ് വരുന്നത്. സോ ഇനി അതിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇൻഓർഗാനിക് ഇൻസെക്ടിസൈഡ്സ് ആണ് അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. സോ നമുക്കറിയാം ഇതിലുള്ള ഈ പറയുന്ന ഇൻസെക്ടിസൈഡ്സിലെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സും. അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ആർസനിക് കോമ്പൗണ്ട്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അതൊരു മേജർ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആണ്. ഇത് വാട്ടർ ഇൻസോളിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് ഇൻസെക്റ്റിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റൊമക്കിലും അവരുടെ തൊറാസിക് ക്യാവിറ്റിയിലും ഒക്കെ ഹൈലി പോയിസണസ് ആയി മാറും. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലെഡ് ആർസനേറ്റ്, കാൽഷ്യം ആർസനേറ്റ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഫ്ലൂറിൻ കോമ്പൗണ്ട്സ്, ദേ ആർ പ്രൈമർലി സ്റ്റൊമക് പോയിസൺസ്. സ്റ്റൊമക്കിലാണ് ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ സോഡിയം ഫ്ലൂറൈഡ് ആണ്. അടുത്ത ഇൻഓർഗാനിക് ആയിട്ടുള്ളത് സൾഫർ ആണ്. ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും സൾഫർ അലോങ് വിത്ത് ഏതെങ്കിലും ഡസ്റ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് പ്രിവെൻസ് ബോളിംഗ് ഓഫ് ഡസ്റ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന ഇൻസെക്റ്റുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡസ്റ്റ് നമ്മൾ പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മുകളിൽ ഡിറ്റാച്ച് ചെയ്ത് വീഴും പെട്ടെന്ന് തന്നെ. സോ അതാണിത്. ഇത് മെയിൻലി ഇവരുടെ സൈഡിലുള്ള സ്പൈറക്കിൾസിലേക്കൊക്കെയാണ് ഇവരുടെ ആക്ഷൻ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് ഇത് മെയിൻലി ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ ലൈം സൾഫർ എന്ന് പറയും. ലൈം സൾഫർ ആണ് കാൽഷ്യം പോളിസൾഫൈഡ് ഇൻ വാട്ടർ. അത് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് സോഡിയം ടെട്രാബോറേറ്റ് ഓർ ബൊറാക്സ്. ഇത് കോമൺലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബൊറാക്സ് മിക്സ്ചർ എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ്. ഇനി ഓർഗാനിക് ഇൻസെക്ടിസൈഡ്സ് ആണ്. അതിൽ മെയിൻലി ഹൈഡ്രോ കാർബൺ ഓയിൽസ് ആണ് വരുന്നത്. അതൊന്ന് ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്സ് ഓഫ് എനിമൽ ഒറിജിൻ. എനിമൽ ഒറിജിനിൽ വളരെ റയർ ആയിട്ടുള്ളതേ ഉള്ളൂ, 1-2 മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്. അതിൽ ഫസ്റ്റത്തെ കാറ്റഗറിയാണ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൊബാക്കോന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി ഇതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ടൈപ്പാണ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡാമേജ് നടക്കുന്നത്. ഈ ഇൻസെക്ടിസൈഡ് ക്യൂട്ടിക്കിള്, സ്പൈറക്കിള്, ഇൻഡൈജസ്റ്റഡ് ഫുഡ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ആണ് ഇത് മെയിൻലി ഇൻഫെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി നമ്മൾ പുകയില കഷായം എന്നൊക്കെ പറയില്ലേ, ഈ പറയുന്ന ടൊബാക്കോയും അതേപോലെ തന്നെ സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇത് വിത്ത് ലൈമിന്റെ കൂടിയോ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടിയോ മിക്സ് ചെയ്തതിന് ശേഷം ഇവർ സ്പ്രേ ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് എന്ത്, പൈറത്രോയിഡ്സ്. പൈറത്രോയിഡ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് കെമിക്കലാണ്. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ക്രൈസാന്തമം എന്ന് പറയുന്ന പ്ലാന്റ്. ക്രൈസാന്തമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമന്തിപ്പൂവാണ്. സോ ആ ജമന്തിപ്പൂ ഡ്രൈ ചെയ്തിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് പൈറത്രോയിഡ്സ്. ആ പൈറത്രോയിഡ്സ് ഇതേമാതിരി തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് റോട്ടനോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു കെമിക്കലാണ്. ഇത് ഈ നമ്മൾ ഫിഷ് പോയിസൺ ആയിട്ടും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഈ പറയുന്ന റൂട്ടിൽ നിന്നുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് ഫിഷ് ബെയ്റ്റിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഫിഷിനെ കില്ല് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. ഇത് ഇതേമാതിരി വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്ടിസൈഡ് ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിക് ഇൻസെക്ടിസൈഡ്, ഇത് നാച്ചുറലി അവൈലബിൾ ആണ്. ഇനി നമ്മൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓർഗാനോ ക്ലോറൈഡ്സ്, ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഒക്കെ പറയുന്നത്. ഓർഗാനോ ക്ലോറൈഡ്സിനെ വിളിക്കുന്ന പേര് ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ അലിഫാറ്റിക് ഓർ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ന്യൂക്ലിയസ് ഉണ്ടാവും. എന്നിട്ട് അതിന്റെ കൂടെ ക്ലോറിൻസ് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. ഇതും ഇതേമാതിരി തന്നെ ഇൻഡൈജഷൻ ഒക്കെ കോസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുന്നത്. ഇനി ഓർഗാനോ ഫോസ്ഫേറ്റ്സ് ആണ് അടുത്തത് പറയാനുള്ളത്. ഇതിൽ ഈ പറയുന്ന മാതിരി തന്നെ ഫോസ്ഫേറ്റ് ആയിരിക്കും ഇതിൽ കോർ കോമ്പൗണ്ടിന്റെ കൂടെ സർഫസിൽ ഇതാക്കിയിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കാർബമേറ്റ്സ്, സിന്തറ്റിക് പൈറത്രോയിഡ്സ്, ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, IGRs എന്നാണ് അതിനെ വിളിക്കുന്നത്.
IGRs മെയിൻലി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്റ്റിനെ മോൾട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. അതായത് ഇതിന് ഫസ്റ്റ് ഇൻസ്റ്റാർ, സെക്കൻഡ് ഇൻസ്റ്റാർ, തേർഡ് ഇൻസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ലാർവൽ സ്റ്റേജിൽ നിന്ന് അഡൾട്ട് ആവണ്ടേ, ആ മോൾട്ടിങ് സ്റ്റേജിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഗ്രോത്ത് നടക്കാത്തത് കൊണ്ട് തന്നെ ആ ഇൻസെക്റ്റ് പെട്ടെന്ന് തന്നെ ഡൈ ആയിപ്പോവും. ഇനി ഇവരുടെ മോഡ് ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്നാമതാണ് കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത്. ഓറലി ഓർ സ്കിന്ന്, അതായത് ഓറലി ഫുഡ് കഴിക്കുന്നതിനെ കൂടെ അല്ലെങ്കിൽ സ്കിന്നിൽ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പം ഡെഡ് ആയിപ്പോൾ. അതിൻ്റെ എക്സാമ്പിളാണ് DDT. അടുത്തതാണ് സ്റ്റൊമക് പോയിസൺ, അതായത് ഫുഡിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രം ഡെത്ത് കോസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ആർസനിക് കോമ്പൗണ്ട്സ്. ഇനി അടുത്തതാണ് ഫ്യൂമിഗൻസ്, അതായത് ഗ്യാഷ്യസ് ഫോമിൽ അപ്ലൈ ചെയ്യുന്നത്. വളട്ടൈൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ സയനൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നതാണ്. ഇത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാന്റിൻ്റെ ഒക്കെ ഡിറൈവ് ആയിട്ടുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന ഇൻസെക്ടിസൈഡ്സ് ഈ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ കൂടെ അബ്സോർബ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അഫക്റ്റ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ പറയുന്ന സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഹോസ്റ്റ് പ്ലാന്റിൽ അപ്ലൈ ചെയ്യണം. ആ പ്ലാന്റിൽ നിന്ന് ഇവർ സാപ്പ് ഫീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇവർക്ക് ഡാമേജിങ് കോസ് ചെയ്യുള്ളൂ. ഇതോടുകൂടി നമ്മുടെ കെമിക്കൽ ഇൻസെക്ടിസൈഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻസെക്ട് പെസ്റ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് കുറച്ച് യൂസ്ഫുൾ ഇൻസെക്ട്സ് മാത്രമാണ്. നമുക്ക് ആ യൂസ്ഫുൾ ഇൻസെക്ട്സിൻ്റെ കാറ്റഗറിയിലേക്കും കൂടി പോയി നോക്കാം. സോ അതോടുകൂടി നമ്മുടെ ഇൻസെക്ടിസൈഡ്സും ഇൻസെക്റ്റിൻ്റെ കൺട്രോൾ മെഷേഴ്സും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂസ്ഫുൾ ഇൻസെക്ട്സിനെ കുറിച്ച്. അതായത് ഡാമേജ് കോസ് ചെയ്യുന്നത് മാത്രമല്ല, മനുഷ്യന് കുറേ അധികം ബെനഫിറ്റ് കോസ് ചെയ്യുന്ന ഇൻസെക്ട്സും ഉണ്ട്. അതിൽ 3 കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എപ്പിക്കൾച്ചർ, രണ്ടാമത്തത് സെറികൾച്ചർ, മൂന്നാമത്തെ ലാക് കൾച്ചർ. ഇത് 3ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെയൊക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കാം. എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹണീബീനെ കൾച്ചർ ചെയ്യുക, തേൻ കൃഷി എന്നാണ് ഇതിനെ പറയുന്നത്. സോ അതിലെന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? സോ ഹണിക്ക് ഹൈലി ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന മേജർ ആയിട്ടുള്ള കമ്പോണൻസ് ഇതാ: ലെവുലോസ്, ഡെക്സ്ട്രോസ്, മാൾട്ടോസ്, വിറ്റാമിൻസ്, എൻസൈംസ്, മിനറൽസ്. ഇതെല്ലാം ഹണിയിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹണിക്ക് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി, ഡ്രഗ്, അനാലപ്റ്റിക് ആക്ടിവിറ്റീസ് എല്ലാം പ്രസൻ്റ് ആണ്. പിന്നെ ഇത് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ അസിഡിറ്റി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റിസെപ്റ്റിക് ആൻഡ് സെഡേറ്റീവ് പ്രോപ്പർട്ടി ഇവർക്ക് പ്രസൻ്റ് ആണ്. പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡർ, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസീസസിനും ഇവർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കേക്ക്സ്, ഫ്ലേവറിങ് ഏജൻസ്, ഇതിനെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഹണി എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് ഹണി അല്ലാണ്ട് ഈ പറയുന്നത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ബീ വാക്സ്. ഇത് മെയിൻലി ബീ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണി കോമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ബോയിലിംഗ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഓയിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് മുകളിൽ വാട്ടറിൽ പൊന്തി വരും. ആ ഓയിലാണ് ബീ വാക്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലാണ്. ലിപ്സ്റ്റിക്സ്, ഫൗണ്ടേഷൻസ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ യൂസ് ചെയ്യുന്നത് പെയിൻറ്, കാൻഡിൽസ്, ക്രയോൺസ്, ഓയിൻമെന്റ്സിലെല്ലാം ഈ ബീ വാക്സ് നമ്മൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു മെറ്റീരിയൽ ആണ് പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. ബീ ഗ്ലൂ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഒരു റെസിനസ് മിൽക്കി സ്വീറ്റ് ഫ്ലൂയിഡ് ആണ്. ഒരു വൈറ്റിഷ് പ്ലാന്റ് ഫ്ലൂയിഡ് ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. സോ ഇതിനും ആൻറ്റിബയോട്ടിക് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്. ഇതൊരു ഫോക്ക് മെഡിസിൻ, ഒരു ട്രഡീഷണൽ മെഡിസിൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ആയുർവേദിക് മെഡിസിനിൽ യൂസ് ചെയ്യുന്നാറുണ്ട്. ലിപ് ബാംസിലും ഓയിൻമെന്റിലും ടോണിക്കിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് റോയൽ ജെല്ലി. റോയൽ ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹണിബി ഒരു സോഷ്യൽ ഓർഗാനിസം ആണ്. ആ സോഷ്യൽ ഓർഗാനിസത്തിൽ ക്യൂൻ ഹണിബി മാത്രം കഴിക്കുന്ന ഒരു ഫുഡാണ് റോയൽ ജെല്ലി. ആ റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. സോ ക്യൂനിന് ഈ പറയുന്ന മാതിരി കുറേ അധികം ലൈഫ് സ്പാൻ കിട്ടാനും അതേപോലെ തന്നെ എനോമസ് ആയിട്ടുള്ള ബോഡി സൈസ് കിട്ടാനും കാരണമായിട്ടുള്ളത് ഈ റോയൽ ജെല്ലി. ഹണിബി കോളനിയിൽ റോയൽ ജെല്ലി കഴിക്കുന്നത് ക്യൂൻ മാത്രമാണ്. സോ ഇതിനെ വിളിക്കുന്നത് ബ്രൂഡ് ഫുഡ് എന്നാണ് വിളിക്കുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആൻഡ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റോയൽ ജെല്ലി. റോയൽ ജെല്ലി ഇൻ ആൽക്കഹോൾ റിഡ്യൂസ് കഫ് ആൻഡ് കോൾഡ് ആണ്.
അതായത് നമുക്ക് ജലദോഷം, പനി അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, BP കുറയ്ക്കും, വിശപ്പ് കൂട്ടും. പിന്നെ ലുക്കീമിയ, അനീമിയ പോലത്തെ കണ്ടീഷൻസിനൊക്കെ മെഡിസിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബി വെനം, അതേമാതിരി ബി ബ്രെഡ് എന്ന് പറയുന്ന കുറച്ച് സബ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. എപ്പിടോക്സിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, ബി വെനത്തിന്. ഇതിനും പല രീതിയിലുള്ള മെഡിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പുതിയ ഇതാണ് സെറികൾച്ചർ. സെറികൾച്ചർ നമുക്കറിയാം, പട്ടുനൂൽ പുഴുവിൻ്റെ കൃഷിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് വിളിക്കുന്നത്. സോ പട്ടുനൂൽ പുഴു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സിൽക്ക് വേമിന് സിൽക്ക് ഗ്ലാൻഡ് പ്രസന്റ് ആണ്. ആ സിൽക്ക് ഗ്ലാൻഡിന്റെ അറ്റത്ത് 2 സ്പിന്നററ്റ്സ് പ്രസന്റ് ആയിരിക്കും. ആ സ്പിന്നററ്റ്സ് വെച്ചിട്ടാണ് ഇത് ഈ പറയുന്ന അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഗ്ലാൻഡിൽ നിന്ന്, സിൽക്ക് ഗ്ലാൻഡ്സ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ത്രെഡ് ലൈക്ക് മെറ്റീരിയൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട മെയിൻ ഒരു കാര്യം ഇതാണ്, സിൽക്കിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന 2 പ്രോട്ടീൻസ് ആണിത്, ഫൈബ്രോയിൻ ആൻഡ് സെറിസിൻ. 75% ഫൈബ്രോയിനും ആൻഡ് 25% സെറിസിനും ആണ് ഇതിന്റെ കോമ്പോസിഷൻ. അതിനെയാണ് നമ്മൾ പ്യുവർ സിൽക്ക് എന്ന് വിളിക്കുന്നത്. അതിന്റെ സ്റ്റെപ്സ് മെയിൻലി വിളിക്കുന്നത്, ഒന്ന് നമ്മൾ സിൽക്ക് മോത്തിനെ നമ്മൾ ഈ പറയുന്ന മാതിരി നമ്മൾ വാങ്ങി കൾച്ചർ ചെയ്ത് അതിന്റെ എഗ്ഗൊക്കെ ഹാച്ച് ചെയ്ത് വളർത്തണം. എന്നാൽ അതിന്റെ കൂടെ നടത്തേണ്ട കാര്യമാണ് മോറി കൾച്ചർ, മൾബറി കൾച്ചറിനെ വിളിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മൾബറി ലീവ്സ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഈ പറയുന്ന പട്ടുനൂൽ പുഴുവൻ നമ്മൾ ഇതാക്കി കൊടുക്കണം, ഫീഡിങ് മെറ്റീരിയൽ ആയി കൊടുക്കണം. പിന്നെ റിയറിങ് ഓഫ് സിൽക്ക് വേംസ്, ഈ പറയുന്ന മൾബറി ലീവ്സ് എല്ലാം കഴിച്ചത് അത്യാവശ്യം സൈസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പിന്നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടണം, അതായത് കൊക്കൂൺ ഫോർമേഷന് വിടണം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞത് കൊക്കൂൺ ഫോം ചെയ്യും. ദെൻ ആ കൊക്കൂൺ നമ്മൾ കളക്ട് ചെയ്തെടുക്കണം. സോ ആ കൊക്കൂണിന് നമുക്ക് രണ്ട് ടൈപ്പ് കാറ്റഗറി, ഹിംസ കൊക്കൂൺ എന്നും അഹിംസ കൊക്കൂൺ എന്ന് പറഞ്ഞ 2 കൊക്കൂൺസ് ഉണ്ട്. അതിൽ ഹിംസ കൊക്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൊക്കൂണിനെ നേരെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലാർവൽ സ്റ്റേജ് ഉണ്ടാവും, അതിനെ നേരെ ഇട്ട് ബോയിൽ ചെയ്യും. സോ അതിൻ്റെ ഉള്ളിലുള്ള ആ പറയുന്ന ഓർഗാനിസം അഥവാ ആ സിൽക്ക് വേം ഡെഡ് ആയി പോകും. മറ്റേത് ആ സിൽക്കിന്റെ ടിപ്പ് പോർഷനിൽ കട്ട് ചെയ്യുന്നിട്ട് ആ പറയുന്ന ഓർഗാനിസത്തിന് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി ഉള്ള പോർഷൻ എടുക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ആ കട്ട് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ കുറേ ത്രെഡ് ലോസ് ആയി പോകുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹിംസ കൊക്കൂൺ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് സെറികൾച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി പഠിക്കാനുള്ളത് ലാക്ക് കൾച്ചറാണ്. നമ്മൾ അധികം ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യമാണ് ലാക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ലാക്കിന് മലയാളത്തിൽ പറയുന്നത് അരക്ക് എന്നാണ് പറയുന്നത്. ഒരു റെഡിഷ് കളറിൽ, ഒരു ഡാർക്ക് റെഡ് കളറിലുള്ള ഒരു സ്റ്റിക്ക് മാറ്റ സാധനമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇൻസെക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കാർക്കും അധികം ഫെമിലിയർ അല്ല. സോ ലാക്ക് ഇൻസെക്ട് എന്ന് പറഞ്ഞൊരു ഇൻസെക്ട് ഉണ്ട്, അതിന്റെ അബ്ഡോമിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ലാക്ക് എന്ന് പറയുന്നത്. അതൊരു റെസിനസ് സബ്സ്റ്റൻസ് ആണ്. അതിന്റെ കമ്പോസിഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ നോക്കിയാൽ അതിന്റെ റെസിൻ 70 to 80% ആണ്. ദെൻ വാട്ടർ, ഷുഗർ ആൻഡ് പ്രോട്ടീൻസ്, വാക്സ്, ഇതിന്റെ ഒക്കെ പാടെ ഒരു കോമ്പോസിഷൻ ആണ് ലാക്ക് എന്ന് പറയുന്നത്. ലാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു സീലിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. പെയിന്റ്, വാർണിഷുകൾ, ഇതിലൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതാണ്. ഷെല്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ലാക്കിനെ തന്നെ ഹീറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഒരു ഷീറ്റ് മാതിരി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഷെല്ലാക്ക്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഷെല്ലാക്ക് ഫോമിലാണ്. പിന്നെ ടോയ്സ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യാറുണ്ട്. തെർമോപ്ലാസ്റ്റിക് മോൾഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഈ തെർമോപ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് മോൾഡ് ചെയ്യണമെങ്കിൽ അതിന് മോൾഡിംഗ് മെറ്റീരിയൽ ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ മോൾഡ് മാതിരി ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്ലേസ്ഡ് പേപ്പേഴ്സ്, ഒപ്റ്റിക്കൽ ഫ്രെയിംസ്, ക്രയോൺസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ലാക്കിന്റെ കുറെ യൂസസ് എന്ന് പറയുന്നത്. സോ മെയിൻലി ഇപ്പൊ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോഴോ ആയിക്കഴിഞ്ഞാലും തേങ്ങയിലും ഒക്കെ നമ്മളിത് സീലിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഹൈലി ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ചില മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിന്റെ ഷീറ്റിലും സ്റ്റിക്കിലും ഡിഫറെന്റ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്.
സോ ഈ പറയുന്ന ഇൻസെക്റ്റ് ഇപ്പം മുരിങ്ങ അതേമാതിരത്തെ കുറച്ച് ട്രീസ് ഉണ്ട്, ആ ട്രീസിൻ്റെ ഒക്കെ ബാർക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് ഇതിൻ്റെ ഈ പറഞ്ഞ പ്ലാന്റ് മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സൈബർ. അപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പ്ലാന്റിൽ നിന്ന് ചിലപ്പോൾ ബ്ലീഡിങ് വരുന്ന മാതിരി, ബ്ലഡ് ബ്ലീഡ് ചെയ്ത് വരുന്ന മാതിരിയാണ് നമുക്കിത് കാണുക. സോ ഈ പറയുന്ന സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ദെൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ലാക്കാക്കി വരുന്നത്. ഏറ്റവും കൂടുതൽ ലാക്ക് യൂസ് ചെയ്യുന്നത് ഷെല്ലാക്ക് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് ലാക്ക് കൾച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ എല്ലാം നിങ്ങൾ പഠിക്കേണ്ടത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പഠിക്കേണ്ടത്. ഇതിൻ്റെ ബാക്കി പോർഷനേക്കാളും കൂടുതൽ അതിൻ്റെ കമ്പോസിഷനും കാര്യങ്ങളും. അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂസ്ഫുൾ ഇൻസെക്ട്സിൽ പഠിക്കേണ്ടത്. നമ്മൾ എപ്പിക്കൾച്ചർ പഠിച്ചു, സെലിക്കൾച്ചർ പഠിച്ചു, ലാക്ക് കൾച്ചർ പഠിച്ചു. ഇത്രയായതോടുകൂടി നമ്മുടെ പെസ്റ്റും അതേമാതിരി ഇൻസെക്ട് ഫോർ ബെനഫിഷ്യൽ യൂസും അല്ലാത്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.